തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചരിത്രത്തിൽ സവിശേഷമായ സ്ഥാനമുള്ള നഗരസഭയാണ് പാല. രാഷ്ട്രീയ അട്ടിമറികളും വാശിയേറിയ പോരാട്ടങ്ങളും കൊണ്ട് എപ്പോഴും വാർത്തകളിൽ നിറയാറുള്ള പാലാ നഗരസഭ ഇപ്പോൾ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുന്നത് അധ്യക്ഷയുടെ പ്രവർത്തന ശൈലിയെ ചൊല്ലിയുള്ള കടുത്ത വിവാദങ്ങളാലാണ്. യുവത്വത്തിന്റെ പ്രസരിപ്പുമായി കസേരയിലെത്തിയ ദിയ ബിനുവിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കേവലം രാഷ്ട്രീയ വിരോധമല്ല, മറിച്ച് ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണെന്നാണ് ഉയരുന്ന വാദം. പാലാ നഗരസഭ അധ്യക്ഷ ദിയ ബിനു സഭയിൽ വെറും അജണ്ട വായനക്കാരിയായി മാറുന്നു എന്നതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും വലിയ പരാതി. ഒരു നഗരസഭയുടെ ഭരണത്തലവ അല്ലെങ്കിൽ തലവൻ എന്നത് ആ സഭയുടെ സർവാധികാരിയാണ്. സഭയിൽ ഉയരുന്ന ഏത് വിഷയത്തിലും അന്തിമമായ തീരുമാനമെടുക്കാനും ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാനും അധ്യക്ഷ ബാധ്യസ്ഥയാണ്. എന്നാൽ പാലായിൽ നടക്കുന്നത് ഇതിന് വിപരീതമായ കാര്യങ്ങളാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. കൗൺസിൽ യോഗങ്ങളിൽ ഉന്നയിക്കപ്പെടുന്ന വികസന കാര്യങ്ങളിലോ ഭരണപരമായ വീഴ്ചകളിലോ മറുപടി പറയാൻ അധ്യക്ഷയ്ക്ക് കഴിയുന്നില്ല. പകരം സഭയിലെ കൗൺസിലർ കൂടിയായ പിതാവ് ബിനു പുളിക്കക്കണ്ടം കാര്യങ്ങളിൽ ഇടപെടുകയും മറുപടി പറയുകയും ചെയ്യുന്നു. ഇത് സഭയുടെ അന്തസ്സിനെ കെടുത്തുന്നതാണെന്നും ഭരണഘടന വിഭാവനം ചെയ്യുന്ന അധികാര വികേന്ദ്രീകരണത്തെ അട്ടിമറിക്കുന്നതാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ദിയ ബിനു അധ്യക്ഷ പദവിയിൽ എത്തിയപ്പോൾ അതീവ താല്പര്യത്തോടെയാണ് ജനങ്ങൾ അതിനെ നോക്കിക്കണ്ടത്. പുതിയ തലമുറ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് സ്വാഗതാർഹമാണെന്ന് കരുതിയ പ്രതിപക്ഷവും തുടക്കത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരുന്നു. ചെറിയ കുട്ടിയാണെന്നും കാര്യങ്ങൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്നുമുള്ള പരിഗണന നൽകിയാണ് ഇതുവരെ മുന്നോട്ടു പോയതെന്നും പ്രതിപക്ഷ കൗൺസിലർ ബെറ്റി ഷാജു വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും ഭരണപരമായ കാര്യങ്ങൾ പഠിക്കാനോ സഭയെ സ്വന്തം നിലയ്ക്ക് നിയന്ത്രിക്കാനോ അധ്യക്ഷ തയ്യാറാകുന്നില്ലെങ്കിൽ അത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. ഞങ്ങളൊക്കെ സീനിയർ കൗൺസിലർമാരായിരുന്നിട്ടും അജണ്ട കൃത്യമായി പഠിച്ചു വന്നിട്ട് പോലും അധ്യക്ഷ കസേരയിൽ ഇരുന്നപ്പോൾ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറിപ്പോയിട്ടുണ്ട്. അത് ആ കസേരയുടെ ഗൗരവമാണ്. എന്നാൽ ആ ഗൗരവം ഉൾക്കൊള്ളാൻ ദിയ തയ്യാറാകുന്നില്ല എന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നുണ്ട്. പാലാ നഗരസഭയിലെ സാഹചര്യത്തെ തിരുവനന്തപുരം കോർപ്പറേഷനുമായി താരതമ്യം ചെയ്താണ് പ്രതിപക്ഷം തങ്ങളുടെ വാദങ്ങൾ ശക്തിപ്പെടുത്തുന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രൻ എത്തിയപ്പോൾ സമാനമായ ആശങ്കകൾ ഉയർന്നിരുന്നു. എന്നാൽ ആര്യ ആ വെല്ലുവിളിയെ നേരിട്ട രീതി മാതൃകാപരമായിരുന്നു എന്നാണ് ബെറ്റി ഷാജുവിനെ പോലുള്ളവർ അഭിപ്രായപ്പെടുന്നത്. ആര്യ രാജേന്ദ്രൻ സഭയിൽ തന്റെ അധികാരങ്ങളെ കൃത്യമായി വിനിയോഗിക്കുകയും പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് നേരിട്ട് മറുപടി നൽകുകയും ചെയ്തിരുന്നു. ആര്യയ്ക്ക് കൂട്ടിന് വരാനോ സഭയിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാനോ അച്ഛനോ ഭർത്താവോ ഉണ്ടായിരുന്നില്ല. തന്റെ രാഷ്ട്രീയമായ അറിവും പാർട്ടി നൽകിയ പിന്തുണയും ഉപയോഗിച്ച് അവർ സഭയെ നയിച്ചു. ഭരണപരമായ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാനും ആര്യ കാട്ടിയ ആർജവം ദിയ ബിനുവിന് മാതൃകയാക്കാവുന്നതാണ്. പാലായിൽ അധ്യക്ഷയുടെ കസേരയ്ക്ക് പിന്നിൽ ഒരു ഷാഡോ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നുവെന്ന് തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് ദിയയുടെ രാഷ്ട്രീയ ഭാവിക്ക് പോലും ദോഷകരമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട്. തുടക്കത്തിൽ കാണിച്ച ക്ഷമ ഇനി തുടരാനാകില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ കർശന നിലപാട്. ഭരണപക്ഷം ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാട്ടുക എന്നത് പ്രതിപക്ഷത്തിന്റെ കടമയാണ്. അധ്യക്ഷയ്ക്ക് കാര്യങ്ങൾ അറിയില്ലെന്ന് കരുതി മിണ്ടാതിരുന്നാൽ നാളെ ജനങ്ങൾ പ്രതിപക്ഷത്തോട് ചോദ്യങ്ങൾ ചോദിക്കും. നികുതിപ്പണം ഉപയോഗിച്ച് നടത്തുന്ന ഭരണത്തിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കാൻ പ്രതിപക്ഷത്തിന് ബാധ്യതയുണ്ട്. ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്നത് അവരുടെ പ്രശ്നങ്ങൾ സഭയിൽ അവതരിപ്പിക്കാനാണ്. അവിടെ അധ്യക്ഷയ്ക്ക് പകരം മറ്റാരെങ്കിലും മറുപടി പറയുന്ന സാഹചര്യം അംഗീകരിക്കാനാവില്ല. അജണ്ടകൾ കൃത്യമായി പഠിക്കാനും സഭയിൽ ഉയരുന്ന ചർച്ചകളിൽ നേരിട്ടിടപെടാനും അധ്യക്ഷ തയ്യാറാകണം. ഇതിന് സാധിക്കുന്നില്ലെങ്കിൽ അത് ആ പദവിക്ക് ചേരുന്നതല്ല എന്ന കടുത്ത ഭാഷയിലാണ് പ്രതിപക്ഷം പ്രതികരിക്കുന്നത്. പാലാ നഗരസഭയിലെ ഈ വിവാദം കേവലം ഒരു തദ്ദേശ സ്ഥാപനത്തിലെ പ്രശ്നമല്ല, ഇത് കേരളത്തിലെ യുവ രാഷ്ട്രീയ പ്രവർത്തകർക്കുള്ള ഒരു പാഠം കൂടിയാണ്. അധികാരം ലഭിക്കുമ്പോൾ അത് ഉത്തരവാദിത്തത്തോടെ വിനിയോഗിക്കാനും മറ്റൊരാളുടെ നിഴലിലല്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനും ഓരോ ജനപ്രതിനിധിയും പഠിക്കേണ്ടതുണ്ട്. പിതാവായ ബിനു പുളിക്കക്കണ്ടത്തിന്റെ രാഷ്ട്രീയ പരിചയം ദിയയ്ക്ക് മുതൽക്കൂട്ടാകേണ്ടത് ഭരണപരമായ ഉപദേശങ്ങളിലൂടെയാകണം, അല്ലാതെ സഭയ്ക്കുള്ളിലെ ഇടപെടലുകളിലൂടെയാകരുത്. ദിയ ബിനുവിന് ഇനിയും സമയമുണ്ട് തന്റെ പ്രവർത്തന ശൈലി മാറ്റാനും പാലായുടെ വികസനത്തിൽ സ്വന്തമായ കയ്യൊപ്പ് പതിപ്പിക്കാനും. എന്നാൽ അതിന് അജണ്ടകൾക്കപ്പുറം നഗരസഭയുടെ ഭരണ സംവിധാനത്തെ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. വരുന്ന കൗൺസിൽ യോഗങ്ങളിൽ ദിയ ബിനു എങ്ങനെ പ്രതിപക്ഷത്തെ നേരിടുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പാലാ നഗരസഭയുടെ മുന്നോട്ടുള്ള പോക്ക്. മാറ്റങ്ങൾ ഉണ്ടാകുമോ അതോ പഴയപടി തുടരുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം.